ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചൂടോട് കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. കഴുകി ഊറ്റിയെടുത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. 2 വലിയ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയിലേക്ക് മൊത്തത്തിൽ എത്ര ഗ്ലാസ്സാണ് വെള്ളം എടുത്തതെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക, എന്നിട്ട് മാവ് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരെണ്ണം ചുടുമ്പോഴാണ് നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കരിഞ്ജീരകം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ കരിഞ്ജീരകമൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ജീരകം ആയാലും മതി അതിന് പകരമായിട്ട്, അല്ലെങ്കിൽ കറുത്ത എള്ള്, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം ചുട്ടെടുത്തപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടായത്. നമ്മൾ പച്ചരി ദോശയൊക്കെ ഉണ്ടാക്കൂലേ, ദോശ അപ്പം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 1.25 ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ മാവ് കുറച്ച് കട്ടിയായിരുന്നു. പിന്നെ 1/2 ഗ്ലാസും കൂടെ വെള്ളം ചേർത്തു. മൊത്തത്തിൽ 2.25 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരിയിലേക്ക്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് പാകപ്പെടുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ചൂടുള്ള ചട്ടിയിൽ ഇതുപോലെ ചുട്ടെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ താവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ നീർദോശയൊക്കെ ചുടുന്ന അതുപോലെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ ക്യാരറ്റും തേങ്ങ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് എന്ന് മാത്രം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് എണ്ണ പുരട്ടാതെയാണ് ചുട്ടെടുക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പച്ചരി ദോശ റെഡി ആയിട്ടുണ്ട്. പച്ചരി കൊണ്ട് പലതരത്തിലുള്ള ദോശകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ദോശ ഇനി ഒരുപാട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടത്തെ ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന പലതരത്തിലും ഉണ്ട്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചെടുത്തതുകൊണ്ട് തന്നെ ആ ഒരു മാവിന് ഒന്നും കൂടി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്